നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു അവസ്ഥയാണ് ഹൈവേ ഹിപ്നോസിസ് അല്ലെങ്കിൽ വൈറ്റ് ലൈൻ ഫീവർ. എനിക്കിത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ സംഭവിച്ചപ്പോഴാണ് ഞാൻ ഗൂഗിൾ ചെയ്ത് ഇതിന്റെ കറക്റ്റ് ടേം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം സംഭവം ഇത്രയേ ഉള്ളൂ. നിങ്ങളൊരു ലോങ് ഡ്രൈവ് ചെയ്യുന്നു. ഓക്കെ, കുറേ നേരം നിങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾ പെട്ടെന്നൊരു റിയലൈസേഷനിലേക്ക് വരികയാണ്. ഇത്രയും നേരം നിങ്ങൾ എങ്ങനെയാണ് ഡ്രൈവ് ചെയ്തതെന്ന് നിങ്ങൾ ഓർക്കുന്നില്ല. നിങ്ങൾ ഏതൊക്കെ ടൗൺ പാസ് ചെയ്തതെന്ന് ഓർക്കുന്നില്ല. നിങ്ങൾ ഇതിനു മുമ്പ് എത്ര സിഗ്നൽ കടന്നതെന്ന് നിങ്ങൾ ഓർക്കുന്നില്ല. പക്ഷേ എങ്ങനെയോ അത്രയും നേരം എന്താ നടന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ യു ആർ സ്റ്റിൽ ഡ്രൈവിംഗ്. അപ്പം എൻ്റെ പഴയ ഒരു ജോലിയിൽ ഞാൻ കുറേ ഡ്രൈവ് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസസ് ഉണ്ടാകാറുണ്ടായിരുന്നു. അപ്പം ഞാനിപ്പോൾ ഗൂഗിൾ ചെയ്തിട്ട് എനിക്ക് മനസ്സിലായത് ഇത് ഉറക്കക്കുറവുള്ളവർ, അല്ലെങ്കിൽ ക്ഷീണമുള്ളവർ, അല്ലെങ്കിൽ എന്താ പറയുക, ഒറ്റയ്ക്ക് കുറേ നേരം വണ്ടി ഓടിക്കുന്നവരിലൊക്കെ കോമൺ ആയിട്ട് ഉണ്ടാകാറുള്ള ഒരു അവസ്ഥയാണിത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഡ്രൈവിങ്ങിനിടയ്ക്ക് തോന്നുകയാണെങ്കിൽ ആക്ച്വലി അത് ബോഡി നമുക്ക് തരുന്ന ഒരു മെസ്സേജാണ്, വിച്ച് മീൻസ് ഇറ്റ്സ് ടൈം ടു ടേക്ക് എ ബ്രേക്ക്. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് വണ്ടി നിർത്തുക, ഒരു ചെറിയ ബ്രേക്ക് എടുക്കുക, ഒന്ന് റീസെറ്റ് ആവുക, എന്നിട്ട് ഡ്രൈവ് ചെയ്യുക. കാരണം ഹൈവേ ഹിപ്നോസിസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡ്രൈവേഴ്സ് റെസ്റ്റ് എടുക്കാതെ വീണ്ടും വണ്ടി ഓടിച്ചാൽ അവർ ആക്സിഡന്റ് ഉണ്ടാക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഹൈവേ ഹിപ്നോസിസ് എന്ന് പറയുന്ന ഒരു ട്രാൻസ് ലൈക്ക് മെന്റൽ സ്റ്റേറ്റ് ആണ്. അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ ഡ്രൈവർ അയാൾ പോലും അറിയാതെ ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് അയാൾ തന്നെ കുറേ നേരം വണ്ടി ഓടിച്ചു പോകുന്നു. ആ സമയത്ത് അവർ പല പല കാര്യങ്ങൾ ചിന്തിക്കുമായിരിക്കും, അവരുടെ മൈൻഡ് വേറെ എവിടെയിലായിരിക്കും. പക്ഷേ അപകടമൊന്നും ഉണ്ടാക്കാതെ എന്തോ ഭാഗ്യം കൊണ്ട് അവർ കുറേ നേരം വണ്ടി ഓടിക്കുന്നു. അപ്പം കഴിഞ്ഞ ആഴ്ച ഞാനും എൻ്റെ വൈഫും കൂടെ ഇവിടെ അടുത്തുള്ള വാൻകൂവർ എന്നുള്ള സിറ്റിയിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഞങ്ങൾ ഡ്രൈവ് ചെയ്തു. അപ്പം അങ്ങോട്ട് ഇവിടുന്ന് ഒരു 440 കിലോമീറ്റർ അടുത്തുണ്ട്. അപ്പം ഡ്രൈവ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് കുറേ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ വൈഫ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞാനിങ്ങനെ കുറേ മലയാളം സോങ്സ് ഒക്കെ കേട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയായിരുന്നു. അപ്പോൾ കുറേ പോയി കഴിഞ്ഞപ്പം എനിക്കിങ്ങനെ ഞാൻ പോകുന്ന ഹൈവേ എനിക്കെന്തോ വളരെ ഒരു ഫെമിലിയർ ആയൊരു റോഡ് പോലെ എനിക്ക് തോന്നി. ഞാനതിലെ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. പക്ഷേ ആക്ച്വലി എൻ്റെ മൈൻഡ് റിലേറ്റ് ചെയ്തത് നാട്ടിലത്തെ പാലാ തൊടുപുഴ റോഡായിട്ടാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയ ഫീലിംഗ് എന്താണെന്നറിയാമോ? ഇനി ഒരു 2 വളവോടെ കഴിഞ്ഞ് ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട്, ആ വഴിയെ കയറിപ്പോയാൽ എൻ്റെ വീട്ടിലേക്ക് എത്താമെന്ന് എൻ്റെ മൈൻഡിൽ ഒരു ടൈമിൽ എനിക്ക് തോന്നി. പക്ഷേ എനിക്ക് ഓൾറെഡി അറിയാം ഞാൻ നാട്ടിലല്ല ഡ്രൈവ് ചെയ്യുന്നത്, ഞാൻ കാനഡയിലാണ് ഡ്രൈവ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാനത് ഇപ്പോൾ ഗൂഗിൾ ചെയ്തപ്പം ഗൂഗിൾ പറഞ്ഞ ഉത്തരം കണ്ട് ഞാനും ഞെട്ടിപ്പോയി. എന്ന് വെച്ചാൽ ഇത് ഇമിഗ്രൻസിലും അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവ് ചെയ്യുന്നവരിൽ, ട്രക്ക് ഡ്രൈവേഴ്സിലൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു അവസ്ഥയെന്നാണ് ഗൂഗിൾ എന്നോട് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ ഡ്രൈവ് ചെയ്യുന്നതിനിടയ്ക്ക് തോന്നാറുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് ഹൈവേ ഹിപ്നോസിസ്. സംഭവം പേടിക്കാനൊന്നുമില്ല, റെസ്റ്റ് എടുക്കുക, കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുക, അത്രയേ ഉള്ളൂ. സ്റ്റേ സേഫ്.